നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ പറ്റിയ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയാലോ. ഒരു പാൻ അടുപ്പ് വെച്ചു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുത്തു. എരിവ് കുറച്ച് മതിയെങ്കിൽ പച്ചമുളകിന്റെ എണ്ണം കുറയ്ക്കാതെ. പച്ചച്ചവ എന്ന് മാറി വരുമ്പോഴേ സവോള ചേർത്ത് കൊടുക്കാതെ. 2 സവോള അരിഞ്ഞതാണ്, മീഡിയം സൈസ് 2 സവോള. മീഡിയം സൈസ് 3 തക്കാളി എടുത്തേക്കുന്നത്, അതും കൂടി ഇതിനകത്ത് ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കാം. ഇതിനി നന്നായിട്ട് വഴന്ന് വരട്ടെ. സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. കാശ്മീരി മുളക് കൂടിയാണ്. മുളകിന്റെ എരിവുണ്ട്. ചെറിയ സ്പൂൺ 1 സ്പൂൺ കാശ്മീരി മുളകും 1/4 സ്പൂൺ കായപ്പൊടി. ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവേ. ഇത് തണുത്തിട്ട് ഇനി അരച്ചെടുക്കാം. ജാറിലോട്ട് ഇടാവേ. ഒരു 1/4 ഗ്ലാസ് വെള്ളം നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. തക്കാളിയും സവോളയൊക്കെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പാൻ അടുപ്പ് വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കടുകും കൂടെ താളിക്കണമല്ലോ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാവേ. വന്നപ്പോ വറ്റൽമുളക് ഇട്ട് കൊടുക്കും, കറിവേപ്പില, തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റുന്ന ഒരു തക്കാളി ചമ്മന്തി.